ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ മൂന്നാമത്തെ ചാനലാണ്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അതുപോലെ തന്നെ 10 ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, 10 ദിവസത്തെ ഡിസ്കൗണ്ട്. നവംബർ മാസത്തിൽ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ആ ഡിസ്കൗണ്ട് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് തിരക്കായി പോയി. അപ്പോൾ പലവരും പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ മാസം നമ്മൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഓൾറെഡി അറിയാവുന്ന കസ്റ്റമേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് വാട്സപ്പിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അറിയാത്ത ആൾക്കാർ, പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ കസ്റ്റമേഴ്സ്, വ്യൂവേഴ്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഈ വ്യക്തിയുടെ എനർജിയിൽ നിന്നും വരുന്ന നിങ്ങൾക്കുള്ള പ്രണയ സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലവ് മെസ്സേജസ്. ഓക്കെ, അതായത് ഈ വ്യക്തിയുടെ എനർജിയിൽ കാർഡ്സ് നോക്കുമ്പോൾ നിങ്ങൾക്കുള്ള ലവ് മെസ്സേജസ് അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ലവ് മെസ്സേജസ് ആണ്, ലവ് എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ പേഴ്സണെ നിങ്ങളെക്കുറിച്ച് ആദ്യം ചിന്തിക്കുമ്പോൾ തന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ നിന്ന് വരുന്ന വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഓക്കെ, അപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഒരു കുടുംബ ജീവിതം വേണമെന്ന് ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് സാധാരണ രീതിയിലുള്ള ഒരു ആഗ്രഹമല്ല. ഇപ്പൊ ഈ പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറിക്കിട്ടണമെന്നും, കാരണം പ്രശ്നങ്ങൾ ഉണ്ട്, സ്റ്റോം വാർണിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ സമാധാനപരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ അല്ല ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ പറയില്ലേ, സ്വന്തമായിട്ട് ജോലി ചെയ്യുക, കുടുംബം നോക്കാം, ഒറ്റക്കങ്ങാട് ജീവിച്ചു പോവാം, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒറ്റക്കങ്ങാട് ജീവിച്ചു പോകാം. അങ്ങനത്തെ ഒരു എനർജിയിലല്ല ഈ പേഴ്സൺ നിൽക്കുന്നത്. ഈ പേഴ്സൺ നിൽക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഫാമിലി, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജി, അതായത് ഇപ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നിങ്ങൾക്കിടയിൽ നടന്നിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ പേഴ്സന്റെ മനസ്സിൽ നിന്നും വരുന്ന ആ ഒരു ലവ് എനർജീസിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇതിൽ ഏതോ ഒരു വ്യക്തി, നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, ഏഞ്ചലിക് ലവ് മെസ്സേജസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിലൊരു പേഴ്സൺ ഒരു മുഖം മൂടി ധരിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പറയാനായിട്ട്, ഇപ്പൊ തെറ്റുകളാണ്, മനുഷ്യന്മാരാണ്, തെറ്റുകൾ ചെയ്യും. ഒരിക്കലും തെറ്റ് ചെയ്യാതെ റോബോട്ടിനെ പോലെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ ആരുടെയോ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതൊരു ഫ്ലേർട്ടിംഗ് ആയിരിക്കാം, ചീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ വ്യക്തിനെ മറന്ന് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നത്. എന്തോ ഒരു തെറ്റിവിടെ ഏതോ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ട്. സോ അത് തുറന്നു പറയാതെ മറച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ആ മറച്ചു പിടിക്കും തോറും ഈ വ്യക്തിയുടെ സമാധാനക്കേട് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ അതെങ്ങനെയെങ്കിലും തുറന്നു പറയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെ ആ ഭാരം അങ്ങോട്ട് ഇറക്കി വെക്കാൻ സാധിക്കുമല്ലോ എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ ഈ വ്യക്തിക്കുണ്ട്. സോ നിങ്ങൾ വളരെ കൂളായിട്ട് നിൽക്കണം, ദേഷ്യപ്പെട്ട് നിൽക്കരുത്, അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യാം. ദെൻ ദിസ് കുഡ് ബി ദ വൺ എന്നാണ്. യു ഹാവ് ഓൾറെഡി മെറ്റ് റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, ഇനി ഈ പേഴ്സൺ തന്നെയാണോ എനിക്ക് യോജിച്ചത്? ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ചിലപ്പോൾ ഇതിനേക്കാൾ നല്ലത് എനിക്ക് വേറെ കിട്ടുമോ എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട
നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ അത് നിങ്ങൾ ഒരിക്കലും പോരാ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കിട്ടിയത് നന്ദി പറഞ്ഞിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. ലെറ്റ് ഗോ ഓഫ് ദ കൺട്രോൾ ഇഷ്യൂ ആണ്. അലൗ ദ സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. യെസ്, ഇനിയും എന്തോ നിങ്ങൾക്കിടയിൽ എന്തോ ചുരുളഴിയാനുണ്ട്. എന്തോ ഒരു രഹസ്യം, എന്തോ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തോ ഒരു കാര്യം ഇവിടെ പുറത്തേക്ക് വരാനുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഒരു എനർജി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്കാണ് ഈ പേഴ്സണോട് പറയാനുള്ളതെങ്കിൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് കൺവേ ചെയ്യാം. യു ഡിസേർവ് ലവ്. യെസ്, നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും പ്രണയം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഈ ഒരു ജന്മം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, കുറേയൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാകാം. ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യേണ്ട ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് എന്തായാലും പ്രണയം കിട്ടും. നിങ്ങൾ പ്രണയിക്കാൻ അർഹിക്കപ്പെട്ടവരാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രണയം എങ്ങോട്ടും പോകില്ല. ചിലപ്പോൾ ചെയ്ത തെറ്റുകളൊന്ന് തുറന്നു പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു വഴക്കുണ്ടാകും. പക്ഷെ എന്നാലും അത് എന്താ പറയാ, അതൊരു റിലീഫാണ്, അതൊരു ഹീലിംഗ് ആണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഐ ഫീൽ കംഫർട്ടബിൾ ഇൻ യുവർ ആംസ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കൈകളിൽ ഈ പേഴ്സൺ സംരക്ഷണത്തിലാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ സേഫ് ആണ് എന്നാണ് കാണിക്കുന്നത്. ഐ ലൈക്ക് ഹൗ യു റെസ്പെക്ട് മീ. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ഭാര്യ ആയിരിക്കാം, കാമുകനോ കാമുകയോ ഒക്കെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്ന ബഹുമാനം, ആ ഒരു ബഹുമാനം ഈ വ്യക്തിക്ക് മറ്റാരിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഹോൾഡിങ് യുവർ ഹാൻഡ്സ് വൈൽ വാച്ചിങ് എ മൂവി ഈസ് ജസ്റ്റ് ഓസം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഒരുമിച്ച് സിനിമ കാണാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സന്റെ കൈകൾ കോർത്തിരുന്നു കൊണ്ട് സിനിമ കാണാനൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു തിരക്കേറിയ ജീവിതത്തിൽ ഇതിനൊന്നും സമയം കിട്ടുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ വരുന്നില്ലായിരിക്കാം. ബട്ട് അങ്ങനെ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കണം. ബിക്കോസ് ഈ പേഴ്സൺ അതിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ സെക്കൻഡ് യു ലീവ് മീ. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴാണ് ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോയത്, ആ നിമിഷം തൊട്ട് ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ന് വരും എന്നുള്ള ചിന്തയിൽ ഈ പേഴ്സൺ ഇരിക്കുകയാണ്. ഓക്കെ, യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ ഐ ടെൽ വെൻ തിങ്സ് ആർ ഗുഡ് ഓർ ബാഡ്. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഓരോ കാര്യങ്ങൾ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയിലും നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിലും ആ ഒരു നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ബഹുമാനത്തിലൊക്കെ ഈ പേഴ്സണ് വളരെയധികം മതിപ്പുണ്ട്. അത് ഇനിയും കിട്ടണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കൂ എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് ഓവറോൾ എനർജിയിൽ, ഈ പേഴ്സന്റെ എനർജിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ലവ് മെസ്സേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏഞ്ചൽസ് ആണെങ്കിൽ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി പുറത്തേക്ക് കൊടുക്കൂ, പുറത്തേക്ക് വിട്ടുകളയൂ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പറും, അതുപോലെ ഈ മാസത്തിലെ 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്, ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പുതിയ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് വ്യൂവേഴ്സ് ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഡിസംബർ മാസത്തിലെ 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.